മലയാള സിനിമയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്ന രണ്ട് മഹാനടന്മാരുടെ പേരുകൾ സ്വാഭാവികമായും നമ്മുടെ മുന്നിലെത്തുന്നു. പ്രേം നസീറും മോഹൻലാലും. ഇവർ ഇരുവരും തങ്ങളുടേതായ കാലഘട്ടത്തിൽ മലയാള സിനിമയുടെ മുഖവും ആത്മാവുമായിരുന്നു. അഭിനയ ശൈലിയിൽ, കഥാപാത്ര തിരഞ്ഞെടുപ്പിൽ, സാമൂഹിക സ്വാധീനത്തിൽ, ആരാധക പിന്തുണയിൽ തുടങ്ങി പല തലങ്ങളിൽ ഇവരെ തമ്മിൽ താരതമ്യം ചെയ്യാം. എന്നാൽ ഈ താരതമ്യം ഒരാളെ മറ്റൊരാളേക്കാൾ ഉയർത്തി കാണിക്കാനുള്ള ശ്രമമല്ല, മറിച്ച് മലയാള സിനിമയുടെ വളർച്ചയും പരിണാമവും മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ്. മലയാള സിനിമയുടെ ആദ്യത്തെ സൂപ്പർ താരം പ്രേം നസീറാണ്. 1950കളുടെ അവസാനം മുതൽ 80കളുടെ തുടക്കം വരെ നീണ്ടുനിന്ന ഒരു അതുല്യമായ ആധിപത്യമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. 700-ലധികം സിനിമകളിൽ അഭിനയിച്ച പ്രേം നസീർ ഒരു വർഷം ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ നായകനായി അഭിനയിച്ചെന്ന ഗിന്നസ് റെക്കോർഡും സ്വന്തമാക്കിയിട്ടുണ്ട്. പ്രേം നസീറിന്റെ പ്രധാന ശക്തി അദ്ദേഹത്തിന്റെ റൊമാൻറ്റിക് ഇമേജ് ആയിരുന്നു. സുന്ദരമായ മുഖഭാവം, മൃദുലമായ ശബ്ദം, നിഷ്കളങ്കമായ അഭിനയശൈലി ഇവയെല്ലാം അദ്ദേഹത്തെ കുടുംബ പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചു. സ്ത്രീ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു പ്രേം നസീർ. നിത്യഹരിത നായകൻ എന്ന വിശേഷണം അദ്ദേഹത്തിന് സ്വന്തമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ പലപ്പോഴും നീതിമാനും സത്യസന്ധനും ത്യാഗശീലനുമായിരുന്നു. നല്ലതും ചീത്തയും വ്യക്തമായി വേർതിരിച്ചു നിൽക്കുന്ന ഒരു സിനിമാ കാലഘട്ടത്തിൽ പ്രേം നസീർ നല്ല മനുഷ്യൻ എന്ന ആശയത്തിൻ്റെ പ്രതീകമായി മാറി. സാമൂഹിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നിരവധി സിനിമകളിലൂടെ അദ്ദേഹം ഒരു ധാർമ്മിക പ്രതിച്ഛായ സൃഷ്ടിച്ചു. മോഹൻലാലാകട്ടെ അഭിനയത്തിൻ്റെ സ്വാഭാവികതയുടെ പര്യായമായി മാറി. മലയാള സിനിമയിലെ അഭിനയ വിപ്ലവത്തിൻ്റെ മുഖമാണ് മോഹൻലാൽ. 1980കളിൽ സിനിമയിലെത്തിയ അദ്ദേഹം ഇതുവരെ തുടരുന്ന 4 പതിറ്റാണ്ടുകളിലധികം നീളുന്ന അഭിനയ ജീവിതത്തിൽ കഥാപാത്ര വൈവിധ്യത്തിലും പ്രകടന മികവിലും അപൂർവമായ ഉയരങ്ങൾ കൈവരിച്ചു. പ്രേം നസീറിന്റെ താരമൂർത്തിയിൽ നിന്ന് വ്യത്യസ്തമായി മോഹൻലാൽ ഒരു സ്വാഭാവിക നടനായി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടി. അതിരുകടക്കാത്ത അഭിനയവും കണ്ണുകളിലെ വികാരപ്രകടനവും ശരീരഭാഷയും അദ്ദേഹത്തിൻ്റെ മുഖ്യ ആയുധങ്ങളായി മാറി. കിരീടം, തനിയാവർത്തനം, ഭരതം, വാനപ്രസ്ഥ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മനുഷ്യ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന കഥാപാത്രങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചു. മോഹൻലാൽ നായകൻ മാത്രമല്ല, ദുഷ്ടൻ, ആൻറ്റി ഹീറോ, സാധാരണ മനുഷ്യൻ, രാജാവ്, സന്യാസി എല്ലാ ഭാവങ്ങളിലും തികഞ്ഞ വിശ്വാസ്യതയോടെ പ്രത്യക്ഷപ്പെട്ടു. ഈ കഥാപാത്ര വൈവിധ്യമാണ് അദ്ദേഹത്തെ ആഗോളതലത്തിൽ പോലും ശ്രദ്ധേയനാക്കിയത്. നസീറിന്റെ അഭിനയ ശൈലി നാടകീയതയോട് ചേർന്നതായിരുന്നു. സംഭാഷണ പ്രധാനമായ രംഗങ്ങൾ, വ്യക്തമായ വികാരപ്രകടനം, സംഗീതാത്മകമായ ഡയലോഗ് ഡെലിവറി ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. അതേസമയം മോഹൻലാൽ ഇന്റേണലൈസ്ഡ് ആക്ടിംഗ് മലയാള സിനിമയിൽ അത് അദ്ദേഹത്തെ ജനപ്രിയമാക്കി. വലിയ സംഭാഷണങ്ങളില്ലാതെ ചെറിയ മുഖഭാവ മാറ്റങ്ങളിലൂടെ പോലും അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ വികാരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇത് സിനിമയുടെ ഭാഷ തന്നെ മാറ്റിമറിക്കാൻ കാരണമായി. പ്രേം നസീറിൻ്റെ കാലത്ത് നായകൻ ഒരു ആദർശ പുരുഷനായിരിക്കണമെന്ന ധാരണ ശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ കൂടുതലും സമാന സ്വഭാവമുള്ളവയായിരുന്നു. എന്നാൽ അതൊരു പരിമിതിയല്ല, മറിച്ച് കാലത്തിൻ്റെ സാമൂഹ്യ പ്രതീക്ഷകളുടെ പ്രതിഫലനമായിരുന്നു. മോഹൻലാൽ വന്നതോടുകൂടി മലയാള സിനിമ ഗ്രേ ഷെയ്ഡുള്ള കഥാപാത്രങ്ങളെ സ്വീകരിക്കാൻ തുടങ്ങി. പിഴവുകളുള്ള, അഹങ്കാരമുള്ള, ദൗർബല്യമുള്ള മനുഷ്യരെ നായകരാക്കാൻ സിനിമ ധൈര്യം കാണിച്ചു. ഈ മാറ്റത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ് മോഹൻലാൽ. പ്രേം നസീർ ആരാധന ഒരു സാമൂഹ്യ പ്രതിഭാസം തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഉത്സവാന്തരീക്ഷം സൃഷ്ടിച്ചു. ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും ഒരുപോലെ എത്തിച്ചേരുന്ന ജനപ്രിയത അദ്ദേഹത്തിനുണ്ടായിരുന്നു. മോഹൻലാലിൻ്റെ ആരാധന കൂടുതൽ വൈവിധ്യമാർന്നതാണ്. കലാപരമായ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരെയും വാണിജ്യ ചിത്രങ്ങൾ ആസ്വദിക്കുന്നവരെയും ഒരുപോലെ അദ്ദേഹം കൈവശപ്പെടുത്തി. തലമുറകളെ ബന്ധിപ്പിക്കുന്ന താരമായി അദ്ദേഹം മാറി. പ്രേം നസീറും മോഹൻലാലും തമ്മിലുള്ള താരതമ്യം യഥാർത്ഥത്തിൽ മലയാള സിനിമയുടെ 2 യുഗങ്ങൾ തമ്മിലുള്ള താരതമ്യമാണ്. പ്രേം നസീർ ഒരു താര സംസ്കാരം സൃഷ്ടിച്ചുവെങ്കിൽ മോഹൻലാൽ അഭിനയത്തിൻ്റെ സാധ്യതകൾ വികസിപ്പിച്ചു. ഒരാൾ വഴിയൊരുക്കിയപ്പോൾ മറ്റൊരാൾ ആ വഴി കൂടുതൽ ദൂരങ്ങളിലേക്ക് നീട്ടി വികസിപ്പിച്ചു. ഇവരിൽ ആരാണ് മികച്ചതെന്ന് തീരുമാനിക്കുക അസാധ്യമാണ്. കാരണം ഇവർ ഇരുവരും തങ്ങളുടേതായ കാലത്ത് പകരം വെക്കാനില്ലാത്തവരായിരുന്നു. പ്രേം നസീർ ഇല്ലായിരുന്നെങ്കിൽ മോഹൻലാൽ ഉണ്ടായിരിക്കില്ലായിരുന്നേക്കാം. മോഹൻലാൽ ഇല്ലായിരുന്നെങ്കിൽ മലയാള സിനിമ ഇന്നത്തെ ഉയരങ്ങളിൽ എത്തുമായിരുന്നില്ല. അതിനാൽ ഇവരെ എതിരാളികളായി കാണുന്നതിന് പകരം മലയാള സിനിമയുടെ 2 മഹാതൂണുകളായി കാണുന്നതാണ് ശരി. ഈ വീഡിയോ
പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാ സിനിമാ കമ്പം പ്രേക്ഷകർക്കും നമസ്കാരം.